കൈവിഷദോഷം മാറാൻ മരുന്ന് സേവ നടത്തുന്ന ക്ഷേത്രം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലുള്ള തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലാണ്. നീലകണ്ഠ സങ്കല്പത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തറനിരപ്പിൽ നിന്ന് താഴെയായി ഗർഭഗൃഹമുള്ള ഈ ക്ഷേത്രത്തിൽ മഴക്കാലത്ത് വെള്ളം നിറയുന്ന പതിവാണ്. കൈവിഷദോഷം മാറാൻ ധാരാളം ഭക്തരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. മറ്റെവിടെയും വളരാത്തൊരു ചെടി പാലിൽ കലക്കി കൊടുത്താണ് ഇവിടെ നിന്ന് കൈവിഷദോഷം മാറ്റുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കാണാം. തിരുവിഴ മഹാദേവനും അവിടുത്തെ മരുന്നും എന്നാണ് പേര്. ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പണ്ടുകാലത്ത് വലിയൊരു ജലാശയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തെളിവായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്ന് താഴെയായിട്ടാണ് ഇരിപ്പ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പച്ചമരുന്ന് തന്നെയാണ്. കൈവിഷദോഷം മാറ്റാനായിട്ട് ധാരാളം ആൾക്കാരാണ് ഈ പച്ചമരുന്ന് സേവിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പച്ചമരുന്ന് സേവിച്ചാൽ 2 നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി വെള്ളവും കൊടുക്കും. അതിനുശേഷം 1 നാഴിക കഴിഞ്ഞ് അയാൾ ഛർദ്ദിക്കും. അതിനുശേഷം ഉച്ചക്ക് യക്ഷിക്ക് നേദിക്കുന്ന പായസം കൂടി കൊടുക്കും. ഈ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ചെടി തിരുവിഴ ദേശത്തല്ലാതെ മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ആർക്കും അറിയില്ല. ധാരാളം ആൾക്കാരാണ് ഇതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. ചേർത്തല കണിച്ചൂളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ വന്ന് ഈ മരുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.